കൊന്നിച്ചോ മിനാസാൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ആഫ്റ്റർ ദി ഇന്ത്യൻ്റെ സീസൺ 3 എപ്പിസോഡ് 8 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്കൊരാൾക്ക് ഷൗട്ട് ഔട്ട് കൊടുക്കാനുണ്ട്. നമ്മുടെ അനന്തു KS ബ്രോയാണ്. പുള്ളിക്കാരൻ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു അനന്തു ബ്രോ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഹൈപ്പ് ചെയ്യാനും ഒട്ടും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരിയധികം കൂടുതൽ ഇപ്പോഴും നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്നവർ തന്നെ ആ ഒരു വലിയ മോൺസ്റ്ററിനെ കണ്ട് ഗ്ലോറി ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അവൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ നോക്ക്. പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു മോൺസ്റ്റർ അവളെ ഒന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. എന്നിട്ട് നേരെ ആ പിള്ളേരുടെ നേരെയാണ് ആ ഒരു മോൺസ്റ്റർ ചാടിയത്. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഗ്ലോറി ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റും. എന്നിട്ട് പറയുന്നുണ്ട് കോപ്പ്, നിന്റെ ഒപ്പണൻ ഞാനാണ്. ഇതെല്ലാം കാണുന്ന ആർത്തറിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, പ്രൊഫസർ ഗ്ലോറി എന്തായാലും ഇതിൻ്റെ പുറത്തേക്ക് ഒരിക്കലും വരത്തില്ലെന്ന്. ഈ ടൈമിൽ തന്നെ ക്ലാരിയ പറയുന്നുണ്ട് ആർത്തർ പെട്ടെന്ന് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. പക്ഷേ ടെസ്സിനെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്യും. ഈ സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട് ആർത്തർ നീ എങ്ങാനും ഇനി. ആ ടൈമിൽ തന്നെ പെട്ടെന്ന് നമ്മുടെ കർട്ടസ് കൊണ്ട് പറയുന്നുണ്ട് ആർത്തർ വെറുതെ മണ്ടത്തരം കാണിക്കില്ലേ, നീ ഒരു ഡ്യുവൽ എലവൻ്റെ മേജ് മാത്രമാണ്, നിനക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വാ നമുക്ക് പോകാമെന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ആർത്തൻ്റെ കയ്യിൽ ഒരു തീ വരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് പോകാമെന്ന്. ഈ സമയത്ത് തന്നെ അവരാലോചിക്കുന്നുണ്ട് ഞാൻ കണ്ടത് ഫ്ലെയിംസ് അല്ലേ. അതെ, അതാണ് ഞാനും ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ബാറ്റിലാണ്. ഗ്ലോറിയായിട്ട് അത്യാവശ്യം കട്ടൊക്കെ തന്നെ അവിടെ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ബീസ്റ്റ് തമ്മിൽ കഴിച്ച് ഇവോൾവ് ആകുമെന്ന്. പക്ഷേ ഇതെന്ത് കോപ്പാണ്, ഇതെനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞത് ആർത്തർ പറഞ്ഞിട്ട് പെട്ടെന്ന് കുനിയാൻ നോക്ക്. അവൾ കുനിയുന്ന സെക്കൻഡ് തന്നെ ആർത്തർ ചാടി വന്ന് അതിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് അവൾ ആലോചിക്കുന്നുണ്ട് ഫയറോ, ആർത്തർ നീ ഇവിടെ എന്ത് ചെയ്യുവാണ്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടുന്ന് പോകാനായിട്ട്. ഈ സമയത്ത് തന്നെ അവർ രണ്ടുപേരും ബാഗിലേക്ക് ചാടിയിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ആർത്തർ പറയുന്നുണ്ട് നീ പിള്ളേരുടെ പോകാനല്ലേ പറഞ്ഞത്, ഒരു പ്രൊഫസറിനായിട്ട് പോകാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് തന്നെ ആ ഒരു മോൺസ്റ്റർ ഒരു വലിയൊരു അറ്റാക്ക് ചെയ്യും. ഇവർ രണ്ടുപേരും ബാഗിലേക്ക് ചാടുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ ആർത്തർ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി നിന്റെ അറ്റാക്സ് ഒന്നും അതിനെ വെച്ച് വർക്ക് ചെയ്യുന്നില്ലെന്ന്. അതുകൊള്ള നീനെ കളിയാക്കലാണ് ഇവിടേക്ക് വന്നത്, അല്ല ഞാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്യാന്നോർത്താണ് ഞാൻ ഇവിടേക്ക് വന്നത്. പിള്ളേരൊക്കെ പോയോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ആർത്തർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ദൂരത്ത് ലൂക്കസ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവൻ പറയുകയും ചെയ്യും അതെ അവരെല്ലാവരും പോയി, എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഈ സാധനം എന്തായാലും ഡഞ്ചന്റെ പുറത്തേക്ക് നമ്മൾ ഫോളോ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ എങ്ങനെയെങ്കിലും ഇതിനെ വീക്ക് ആക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. നിനക്കത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് 10 സെക്കൻഡ് തന്നാൽ മതി, എങ്കിൽ നീ റെഡിയാക്കിയൊന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി അവൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾ മനസ്സിൽ പറയുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, ആർത്തർ ശരിക്കും ഒരു ട്രൈ എലമെന്റ് മേജ് ആയിരുന്നല്ലേ. ആ ടൈമിൽ തന്നെ ആർത്തർ തൻ്റെ ലൈറ്റ്നിങ് എലമെന്റും കൂടെ യൂസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നേരത്തെ ചെയ്തൊരു അറ്റാക്ക് ഉണ്ടല്ലോ ആ അറ്റാക്ക് തന്നെ, പക്ഷേ ഇത്തവണ 4 എലമെന്റ്സും യൂസ് ചെയ്തുകൊണ്ടാണ്. എന്നിട്ടാണ് പറയുന്നത് മുമ്പിൽ നിന്നും മാറിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. അത്യാവശ്യം പവർഫുൾ ആയ ഒരു അറ്റാക്ക് തന്നെയായിരുന്നു. ആ ഒരു മോൺസ്റ്റർ അത്യാവശ്യം ബാക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ആർത്തൻ്റെ ആ ഒരു ഷോൾഡർ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റ് ചെയ്യും. ആർത്തൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പവർ പോകുകയും ചെയ്യും. ആ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഗ്ലോറി വന്ന് അവനെ പൊക്കിക്കൊണ്ട് ഓടുന്നുണ്ട്. ഈ സമയത്ത് ആർത്തർ പറയുന്നുണ്ട് പോകരുത്, എൻ്റെ സോഡ് അവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല, അവർ രണ്ടുപേരും മുന്നിലേക്ക് നടക്കും. എന്നാൽ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടാണ് ആർത്തർ തിരിഞ്ഞു നോക്കിയത്. ആ ഒരു ടൈമിൽ ആ ഒരു മോൺസ്റ്റർ അവരുടെ പുറകിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല. ആർത്തൻ്റെ കാല് നോക്കി ആ ഒരു മോൺസ്റ്റർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഗ്ലോറിക്കായിട്ട് ആർത്തർ എന്ന് വിളിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഈ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായത്. ഈ മോൺസ്റ്ററിൻ്റെ ശരീരം ഉണ്ടല്ലോ അത് ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ കംപ്ലീറ്റ്ലി വേറെ ഒരു രൂപമായി മാറി. ആർത്തറിന് മനസ്സിലായി ഇതെത്ര നല്ലതല്ല. പെട്ടെന്ന് തന്നെ ബാഗിലേക്ക് പോകാൻ പറയുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുകയും ആർത്തർ നേരെ ഒരു ക്ലിഫിലേക്ക് വീഴുകയും ചെയ്യും. ഈ സമയത്ത് ഗ്ലോറിയാട്ടെ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. അവനാട്ടെ തൻ്റെ മാജിക് യൂസ് ചെയ്ത് പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്നാണ് ഒരു കല്ല് വന്ന് അവൻ്റെ തലയിലേക്ക് വീണ് അവൻ്റെ ബോധം അവന് നഷ്ടപ്പെടുന്നത്. അവൻ നേരെ ആ ഒരു ക്ലിഫിലേക്ക് താഴത്തേക്ക് വീഴുവാണ്. കുറച്ച് ദൂരം വീഴുമ്പോൾ തന്നെ പെട്ടെന്ന് അവൻ ബോധം തിരിച്ചിട്ടി മാജിക് യൂസ് ചെയ്ത് അവൻ സൈഡിലേക്ക് പോവുകയും അവിടെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഗ്രാബ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതും അവനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അവന് മനസ്സിലായി എങ്ങനെ പോയാലും ഈ ഒരു ഫാള് അവൻ സർവൈവ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ അവൻ ഫുള്ളി മാനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് താഴത്തേക്ക് നോക്കാൻ നേരത്ത് ഏകദേശം അടിയെത്താറായി. അതുകൊണ്ട് തന്നെ സൈഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പീഡ് അവൻ കുറക്കും. എന്നിട്ട് താഴത്തേക്ക് എത്തിയപ്പോൾ താഴത്തേക്ക് ഒരു ഹ്യൂജ് ആൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് അവൻ നേരെ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. പക്ഷേ ആ ഒരു വീഴ്ചയും അത്ര നിസ്സാരമല്ലായിരുന്നു.
വീണ് കുറച്ച് കഴിയുന്നത് തന്നെ സിൽവിയുടെ ആ ഒരു ഫെദേഴ്സ് അവൻ്റെ മേത്ത് വന്ന് വീഴുകയും പതുക്കെ അവൻ ഹീൽ ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യും. അവൻ പതുക്കെ ബോധം തിരിച്ചു കിട്ടി മുകളിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ദൂരത്ത് ആ ഒരു സോഡ് ഇരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. എൻഹാൻസ് സെൻസും പിന്നെ റീജനറേറ്റീവ് എബിലിറ്റിയും സിൽവിയുടെ ബീസ്റ്റുവിൽ ശരിക്കും വണ്ടറാണ്. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആടെ തന്നെ ഒരു കാര്യം മനസ്സിലായിരുന്നു, തിരിച്ച് വന്ന വഴി പോകുന്നത്, അതായത് ആ കുഴിയിൽ കൂടെ തിരിച്ച് മേലിലേക്ക് കയറുന്നത് അത് കുറച്ച് പാടാണ്. പക്ഷേ ആ ടൈമിലാണ് അവൻ സൈഡിൽ മറ്റൊരു വഴി കണ്ടത്. അതുകൊണ്ട് തന്നെ ആ വഴി അവൻ പോകാൻ തീരുമാനിച്ചു. അതും മാത്രമല്ല അവിടെ വെള്ളം ഒഴിക്കുന്ന സൗണ്ടും അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ മുന്നിലേക്ക് നടന്നു. അവിടെ ഒരു വാട്ടർഫോൾ അവന് കാണാൻ സാധിച്ചു. അതിൻ്റെ അകത്തൂടെ അവൻ നേരെ അകത്തേക്ക് കയറുകയും ചെയ്തു. പക്ഷേ കയറിയതും അവന് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവനെ കാത്തിരുന്നത്. ഒരു കൈ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഒന്നല്ല, അവിടെ ഒത്തിരിയധികം സോൾജേഴ്സ് മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവൻ നേരെ മുന്നിലേക്ക് നടന്നപ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് ആരാണത് ആ ടൈമിൽ തന്നെ പറയുന്നുണ്ട്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ. ആ സമയത്ത് ആ സൗണ്ട് കേട്ട സൈഡിലേക്ക് അവൻ ഓടാൻ തുടങ്ങി. അവൻ ഒത്തിരി ദൂരം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം കുറേയധികം ശവങ്ങൾ മാത്രമേ കിടപ്പുണ്ടായിരുന്നു. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, ഒരു തവണ കൂടെ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ, എനിക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനാണ്. ആ ടൈമിൽ ആൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയുണ്ട്. ആർത്തരാട്ടെ തിരിഞ്ഞ് നോക്കാൻ നേരത്ത് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവൻ്റെ വെപ്പൺ അവൻ്റെ കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണു. കാര്യം അവൻ്റെ ഫ്രണ്ടിൽ കിടന്നത് ഒരു ലാൻസ് ആയിരുന്നു. ലാൻസ് ആലിയ. ഇതെങ്ങനെ സാധ്യമായി? അവളൊരു വൈറ്റ് കോറുള്ള മേജല്ലേ, ഇതെങ്ങനെ സാധ്യമായി? അവളൊരു ലാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ആർത്തർ താഴത്തേക്ക് വീണ് അവളുടെ അടുത്തേക്ക് പതുക്കെ നിരകി ചെല്ലുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ഇതാരാണ്? ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് ഹീൽ ചെയ്യട്ടെന്ന് പറയും ചെയ്യും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ സമയത്ത് അവൻ പറയും ചെയ്യും, എൻ്റെ പേര് ആർത്തർ എന്നാണ്, നമ്മൾ ഇതിനു മുമ്പ് സൈറസ് അക്കാഡമി വെച്ച് കണ്ടിട്ടുണ്ട്, നീ ഓർക്കുന്നില്ലേ നിന്റെ ബ്രദറിൻ്റെ അതേ പ്രായമാണെന്നൊക്കെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായി, ഭാര്യനെ സ്പൈ ചെയ്ത ആ ഒരു പയ്യനല്ലേ, നീ ഇവിടേക്ക് എങ്ങനെയാണ് വന്നത്? ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. ആ ടൈമിൽ പതുക്കെ ആർത്തൻ്റെ കയ്യിൽ കയറി അവൾ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, മതി, നിനക്കറിയല്ലോ നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന്. ആർത്തന്നെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക, നീ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത്? എന്തായാലും നീ ഇവിടം വരെ വന്നല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. അല്ല, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൾ പറയുന്നുണ്ട്, ഇല്ല, നിനക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെ ദേഷ്യവും ഫ്രസ്ട്രേഷനും കൊണ്ട് അവൻ പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഇത് ചെയ്തത്? ആ ടൈമിൽ അവൾ ഒന്നും മിണ്ടത്തില്ല. എന്നിട്ട് പതുക്കെ അവൾ പറയും ചെയ്യും, ഞാൻ ജീവനോടെ ഇരിക്കാനുള്ള റീസണല്ലേ നീ ചോദിച്ചത്, ഇത് കണ്ട. എന്നിട്ട് അവൾ അവളുടെ കൈ മുന്നിലേക്ക് നീട്ടുകയും ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, ഇതൊരു റിവഞ്ച് ആയിരുന്നു. റിവഞ്ചോ? അതെ, അവന് ഞാൻ തൊട്ടു, അതിനുള്ള അവൻ്റെ റിവഞ്ച് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം നീട്ടുകയും ആർത്തറാട്ടെ അതെടുക്കുകയും ചെയ്യും. അവൻ പറയുന്നുണ്ട്, നീ ഇവിടേക്ക് വാ, എൻ്റെ കോറ് കംപ്ലീറ്റ്ലി ഷാർട്ടഡ് ആണ്, പക്ഷേ എനിക്ക് ഏകദേശം നിന്നെ കാണിച്ചു തരാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ തലയിലേക്ക് അവളുടെ തല മുട്ടിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ ആർത്തർ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ ഒരു വലിയൊരു മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം അവർ മറ്റൊരു സാധനത്തിനെ കാണാനിടണ്ടേ, പക്ഷേ പെട്ടെന്ന് തന്നെയാണ് അവളുടെ സോൾജേഴ്സിനെ എല്ലാത്തിനെ അത് കൊന്നത്. ചുരുക്കം പറഞ്ഞാൽ വളരെ നിസ്സാരമായി തന്നെ അതെല്ലാത്തിനെയും കൊന്നു. എന്നിട്ട് ആ ഒരു മോൺസ്റ്റർ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് 2 ചോയ്സാണുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ മരിക്കാം, അല്ലെങ്കിൽ തമ്മി കൊല്ലാൻ നോക്ക്. അവസാനം ജീവനോടെ ഇരിക്കുന്ന ആളെ ഞാൻ വെറുതെ വിടുന്നതാണ്. പക്ഷേ ഇതൊട്ടും അക്സെപ്റ്റബിൾ ആയുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാൻസും ബാക്കിയുള്ളവരും കൂടെ ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അതൊട്ടും നിസ്സാരമല്ലായിരുന്നു. അവൻ ആ എല്ലാ അറ്റാക്സും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ലാൻസിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ അവളുടെ ഒരു അറ്റാക്ക് മാത്രം അവൻ്റെ മേത്ത് വീഴുകയുണ്ടായി. ഇത് കണ്ടപ്പോൾ അവൻ ശരിക്കും ദേഷ്യം വന്നു. അവളാട്ടെ അവൻ്റെ കൈ വലിച്ചു പറിച്ചിട്ട് ചവിട്ടി ബാക്കിലേക്ക് ഇടുകയും ചെയ്തു. എന്നിട്ട് പറയും ചെയ്യും, നിനക്ക് മരണമല്ല, അതിൽ വലിയൊരു ശിക്ഷ ഞാൻ തരുമെന്നും പറഞ്ഞുകൊണ്ട് അവളെ ചവിട്ടിയൊരു മൂലയ്ക്ക് ഇടും. എന്നിട്ട് പതുക്കെ നടന്ന് അവളുടെ അടുത്ത് നിന്ന് പറയും ചെയ്യും, എന്തായാലും ഇത് നിനക്ക് വേണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കാല് 2 കൂടെ വലിച്ച് പറിച്ചെടുക്കുകയും ചെയ്യും. ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെയൊക്കെ ഒരു സെൻസ് പോയി കഴിഞ്ഞാൽ മറ്റൊരു സെൻസ് ശരിക്കും പവർഫുള്ളായി മാറുമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണും അവൻ വലിച്ച് കുത്തി പൊട്ടിച്ചു കളയും. ഇതെല്ലാം ആർത്തർ കണ്ടിട്ട് അവനൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ ലിറ്ററലി ഛർദ്ദിച്ചു പോകുകയും ചെയ്യും. ആ സമയത്ത് ആൾ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഒരു പയ്യൻ, ഇത്രയും പ്രായമുള്ളൊരു പയ്യൻ കണ്ട കാഴ്ചയല്ലേ ഇത്? അങ്ങനെ പറയല്ലേ, ആരെങ്കിലും ഇതൊന്ന് പാസ് ഡൗൺ ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാമല്ലോ നിങ്ങൾ എന്തുവാണ് അനുഭവിച്ചതെന്ന്. ലാൻസ്, ആലിയ, താങ്ക് യു ഫോർ യുവർ സർവീസ്. ഇത് കേട്ടപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് പറയും ചെയ്യും, ആർത്തർ എനിക്ക് മരിക്കേണ്ടടാ. ഈ സമയത്ത് ആർത്തറിനെ ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. അവനട്ടെ പതുക്കെ കരയുന്നുണ്ട്. പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ആർത്തറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നടാ, വിഷമിക്കണ്ട, ഞാൻ കൂടെയില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കുറച്ചു നേരം അവിടെ ഇരിക്കുകയും ചെയ്യും. എന്നിട്ട് പതുക്കെ അവളുടെ കൈ നേരെ താഴത്തേക്ക് വീഴും. ചുരുക്കം പറഞ്ഞ ലാൻസ് ആലിയ മരിച്ചിരിക്കുന്നു. മരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ച കൂടെ അവൾ കാണുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ
അവസാനിക്കുന്നത്. ഗൈസ്, സീസൺ 3ൻ്റെ ഫിനാലിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മുടെ സീസൺ 3യുടെ ഫിനാലായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും കട്ടക്ക് വെയിറ്റ് ചെയ്തോ. സീസൺ 3യുടെ ഫിനാലെ ഒരു രക്ഷയില്ലാത്ത ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്.